ഇങ്ങോട്ട് നോക്കി എല്ലാരും. അത് അയ്യോ, ഇത് ശരിക്കും കല്യാണത്തിനൊക്കെ പുറപ്പെടില്ല എന്ന് പോലെ ഉണ്ട്. നല്ല നല്ല രസമുണ്ടോ, നല്ല ഭംഗി, നല്ല രസമില്ലേ കാണാൻ? ഇല്ലേ പ്രതു, നന്നായിട്ടില്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ ഓൾറെഡി പ്രതുവിൻ്റെ സ്കൂളിലത്തെ ആർട്സ് ഫെസ്റ്റ് കണ്ടു. ഇത് പാറൂരുടെ സ്കൂളിലത്തെ ആർട്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ. Recitation, Category 4. ടൈം പ്രതുവിൻ്റെ സ്കൂളിലത്തെ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു, എന്താണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, അതായത് ഇതിൻ്റെ കോസ്റ്റ്യൂം, കൊച്ചുപുടിയുടെ കോസ്റ്റ്യൂം എപ്പോഴാണ് ഇങ്ങനെ ആയത്, എന്താ, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് ഞാൻ ഓൾറെഡി അന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അതെന്താ വെച്ചാൽ നമ്മൾ സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ അല്ലേ, അപ്പം അങ്ങനെ ഇപ്പം തന്നെ അങ്ങനെ ആവശ്യമില്ല. അതായത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ട്രഡീഷണൽ ഒറിജിനൽ കോസ്റ്റ്യൂം ആവശ്യമുള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ സെയിം തന്നെയായിരുന്നു പാറുവിൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സാരി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴും പലർക്കും അങ്ങനെ തോന്നും ഇത് എന്താണ് ഇങ്ങനെ എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. പുതുതായിട്ട് കാണുന്നവരാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് കാര്യം എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞതാണ് കേട്ടോ. ഓൺ സ്റ്റേജ് പ്രോഗ്രാംസ് 2 ദിവസങ്ങളായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്, ഓഫ് സ്റ്റേജ് വേറെ ദിവസങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വേറെയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാതും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജിത്തേട്ടൻ നാട്ടിലില്ല, ഭയങ്കര വിഷമാണ് അതൊക്കെ എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കലോത്സവത്തിന് പോകുന്ന സമയത്ത് കൂടെ സജിത്തേട്ടുണ്ട് എന്നുള്ളതിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മക്കളുടെ പ്രോഗ്രാം കാണാൻ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ റിസൾട്ട് വന്നു കേട്ടോ. പാറുവിന് കുച്ചിപ്പുടിയിൽ ഫസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം പിന്നെ വേറെ ഉള്ളത് ഇനി ഫോക്ക് ഡാൻസും കൂടെ ആണുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് വെച്ചെങ്കിലുള്ളത് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ്. പിന്നെ വേറെ ഹിന്ദി
റെസിറ്റേഷനും ഇംഗ്ലീഷ് റെസിറ്റേഷനും ഉണ്ടായിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാറു തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് രണ്ടിലും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക പ്രൈസ് കൊടുക്കുന്നതാണ് കേട്ടോ ആദ്യം കാണിച്ചത്. അപ്പോൾ അതിങ്ങനെ ചിലതിൻ്റെയൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് കേട്ടോ. കുട്ടികളും എല്ലാവരും കൂടെ സ്കൂളിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നതിന് ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ അവിടുത്തെ ഓണാഘോഷത്തിൻ്റെ ബാനർ റിലീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉള്ള ഓണാഘോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊതിയാവും. വേറെ ലെവൽ സെലിബ്രേഷനാണ് ഇപ്പോൾ ഒക്കെ ഉള്ളതല്ലേ. ഭയങ്കര രസം. കുട്ടികളിങ്ങനെ എല്ലാവരും കൂടെ എന്ത് രസമാണെന്നറിയോ. അതിനൊപ്പം തന്നെ അവരുടെ പ്രിൻസിപ്പൽ സാറാണ് വെച്ചെങ്കിൽ അത് കേട്ടോ ഭയങ്കര നല്ലൊരു സാറാണ്. അപ്പോൾ സാറ് കുട്ടികളുടെ കൂടെ തന്നെ എല്ലാറ്റിനും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നൊരു സാറാണ്. ഇതുപോലുള്ള പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് +2 അതുപോലെ തന്നെ 10th ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഉള്ള +2ലെയും 10th കുട്ടികളാണ് കേട്ടോ. അത് മുഴുവൻ കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും പ്രിൻസിപ്പൽ സാറും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ നല്ല പോലെ എൻജോയ് ചെയ്ത് ഫോക്ക് ഡാൻസ് ആകുമ്പോഴേക്കും പിന്നെയും കുറേ സമയമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും പാറുവിനെ കൂട്ടാതെ പാറു ഇല്ലാണ്ട് ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ അതാ ഫോക്ക് നടന്നു കേട്ടോ. അതിനാണെങ്കിലും കോസ്റ്റ്യൂം ആവശ്യം ഉണ്ടായിരുന്നില്ല. നോർമൽ കോസ്റ്റ്യൂമിൽ മതിയായിരുന്നു. പിന്നെ അതിലും ഫസ്റ്റ് പ്രൈസ് തന്നെയാണ് പാറുവിന്. പിന്നെ ഉണ്ടായിരുന്നത് മോണോ ആക്റ്റായിരുന്നു. മോണോ ആക്റ്റിലും ഫസ്റ്റ് പ്രൈസ് തന്നെയാണ്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് വേറെ ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് പ്രൈസാണ്. കഴിഞ്ഞ വർഷത്തെ കലോത്സവം എന്ന് പറയുമ്പോൾ 2 ദിവസം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു മുഴുവനായിട്ടും. എല്ലാ പരിപാടികളും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികളുടെയൊക്കെയും പ്രോഗ്രാംസൊക്കെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. നമ്മൾ വേറെ കുറേ തിരക്കുകളിൽ പെട്ടുപോയി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പാറുവിൻ്റെ കുറച്ച് ഈ ഒരു പ്രോഗ്രാം മാത്രം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും കലോത്സവങ്ങളൊക്കെ ഭയങ്കര രസമാണല്ലേ. നമ്മളുടെ കുട്ടിക്കാലം ഒന്ന് ഓർമ്മിക്കാനും വീണ്ടും അതൊക്കെ ശരിക്കും നമ്മൾ സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ നമ്മളുടെ ഓർമ്മകളിലേക്ക് വരും. അപ്പോൾ ഇത് കുട്ടികളിലൂടെ നമ്മൾ വീണ്ടും ആ ഒരു കാലം നമ്മൾ ശരിക്കും ഇങ്ങനെ അനുഭവിക്കുകയാണ്. ഭയങ്കര രസമാണ് അതൊക്കെ. എത്തിപ്പോയി എവിടെ ഈശ്വരൻ്റെ കുട്ടി ക്ഷീണിച്ച് അവശയായിട്ടാണല്ലോ വരവ്. വയ്യാണ്ടായി തളർന്ന് കാണിക്കും. ഇന്നത്തെ ഇത് റെസിറ്റേഷന്റെ അത് ഇന്നത്തെ അല്ല. അപ്പോൾ ഇന്നലത്തെ ഇതിനിപ്പോ കുട്ടാന്ന് മേടിച്ചിട്ടൊന്ന് പിടിച്ചിങ്ങോട്ട് സ്റ്റേജിനൊക്കെ വേറൊരു ദിവസം ആയിട്ടുണ്ടാവും. ഇതിപ്പോ എന്തിന്റെയൊക്കെയാ? ഇത് ഹിന്ദി റെസിറ്റേഷനും ഇംഗ്ലീഷ് റെസിറ്റേഷനും. ഹിന്ദി റെസിറ്റേഷൻ ഇംഗ്ലീഷ് റെസിറ്റേഷനും ഫസ്റ്റ് 2 ഫസ്റ്റ്. ഐ നല്ലതാ. ഇനി അടുത്തത് ഇനി എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് മോണോ ആക്ട് ഫസ്റ്റ്, കുച്ചിപ്പുടി, ഫോക്ക് എല്ലാം ഫസ്റ്റ്. ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. അറിഞ്ഞിട്ടില്ല റിസൾട്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലത്തെ പ്രോഗ്രാം എനിക്ക് ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യം ഒപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് സഹോദയ വരാൻ കിടക്കുന്നുണ്ട്. പാറുവിൻ്റെയും പ്രതുവിൻ്റെയും ഒക്കെ സഹോദയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി കാണാം. അപ്പോൾ എന്തായാലും അടുത്തത് ഓണത്തിൻ്റെ സെലിബ്രേഷൻസൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.